1 kg ചോക്ലേറ്റ് കേക്കാണ്. 250 ml ഒരു കപ്പില് 3/4 കപ്പ്, 1/4 കപ്പ് ഡാർക്ക് കൊക്കോ പൗഡർ, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ഉപ്പ്. എന്നിട്ട് ഇത് നന്നായി 3 തവണ നന്നായിട്ട് അരിച്ചെടുക്കുക. ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള കേക്കിന്റെ പൊടി 250 ml ഒരു കപ്പിന് ഒരു 3/4 ഭാഗം പൊടിക്കാത്ത പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നത്. 1 കപ്പ് മിൽക്ക്, 1/4 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ വേണം കേട്ടോ യൂസ് ചെയ്യാൻ. മുട്ട പൊട്ടിച്ചിടുക. 1 ടീസ്പൂൺ വാനില എസൻസ്, ചോക്ലേറ്റിന്റെ എസൻസ് ഒരു 1/2 ടീസ്പൂൺ കേട്ടോ. മുക്കാൽ കപ്പ് പഞ്ചസാര ആഡ് ചെയ്യുക. ഒരു 5 മിനിറ്റ്സ് നന്നായി ബീറ്റ് ചെയ്യുക. കേക്കിന് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതിൽ ബട്ടർ പേപ്പർ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. യൂസ് ചെയ്യേണ്ടവർക്ക് യൂസ് ചെയ്യുന്നതാണ് ഒന്നുകൂടെ നല്ലത്. പക്ഷേ ഓയിൽ കണ്ടോ, കുറച്ച് ഓയിൽ ഇതിലൊന്ന് ഇവിടേക്ക് ഒന്ന് പുരട്ടി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെയ്യേണ്ട ടിന്ന് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ബട്ടർ പേപ്പർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ചാക്കി വെച്ച ഈ പൊടി ഒന്നിങ്ങനെ വിതറി കൊടുക്കുക. എന്നിട്ട് 3 തവണയായിട്ടാണ് ഇതിലേക്ക് ഇടേണ്ടത്. ഇനി അടുത്തത് 1 കപ്പ് മിൽക്ക് 2 തവണയായിട്ട് ഒഴിക്കണം. 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. മിൽക്ക് ആഡ് ചെയ്യാം കേട്ടോ. ടിന്നിലോട്ട് നമ്മുടെ മിക്സ് ഇതാ ഒഴിച്ചു കൊടുക്കുന്നു. ഇത് ഹോൾസ് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫോർക്ക് കൊണ്ട് ഒന്ന് ഇങ്ങനെ എല്ലായിടും. ഇനി നമുക്ക് ഇത് ഓവനിലേക്ക് വെക്കാം. 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് നമ്മൾ ഈ ബാറ്റർ എടുത്ത് വെക്കുന്നു. കേക്ക് ആവാനുള്ള ടൈമാണ് 30 മിനിറ്റ്. പിന്നെ 180 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ഇതിൽ മുന്നേ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് 2 നേരം ഇതുപോലെ ഡബിൾ സൈഡ് ആയിട്ടാണ് നമ്മൾ ഇങ്ങനെ 1 kg സ്പഞ്ച് കേക്ക് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം പൊന്തി വന്നിട്ടുണ്ട്. 3 ലെയറായിട്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. ഈ കേക്ക് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.